ക്രിസ്മസ് മനുഷ്യനായി പിറന്ന ദൈവപുത്രൻ്റെ ജനനത്തെക്കുറിച്ച് ധ്യാനിക്കുന്നൊരു സമയമാണ്. അത് ദൈവത്തിൻ്റെ ജനനത്തെക്കുറിച്ച് മാത്രമല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ജനനത്തെക്കുറിച്ച് ധ്യാനിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 57 മുതലുള്ള വാക്യങ്ങളിൽ ഈശോ തൻ്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കുറച്ച് വചനഭാഗങ്ങൾ പറയുന്നുണ്ട്. നമ്മുടെ ജനനത്തെക്കുറിച്ച് നമുക്ക് എന്തറിയാം? ഒരു പക്ഷേ നമുക്കൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയില്ല. ചിലർക്കെങ്കിലും മാതാപിതാക്കൾ പറഞ്ഞു തന്ന എന്തെങ്കിലുമൊക്കെ അറിയായിരിക്കാം. എന്നാൽ ഈശോയുടെ ജനനത്തെക്കുറിച്ച് ഈശോയ്ക്ക് വ്യക്തമായ ധാരണകളുണ്ടായിരുന്നു. ഈശോ വളരെ കാവ്യാത്മകമായിട്ട് അത് പറയുന്നുണ്ട്. കുറുനരികൾക്ക് എന്തുണ്ട്? മാളങ്ങളുണ്ട്. ആകാശത്തിലെ പറവകൾക്ക് ആകാശം എന്ന് പറയുന്ന ഒരു വിധാനം തന്നെ ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ ദൈവപുത്രനെ, മനുഷ്യനായിട്ട് പിറക്കുന്ന ദൈവപുത്രന് ഭൂമിയിൽ ഒരു ഇടമില്ല. നമുക്കറിയാം, ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ്. ഒരു സ്ഥലത്തും അവർക്കൊരിടം കിട്ടുന്നില്ല, സത്രത്തിൽ പോലും കിട്ടുന്നില്ല. അവസാനം ഈശോയെ ജന്മം കൊടുക്കുന്നത് തൊഴുത്തിലാണ്, കാലികളുടെ കൂട്ടത്തിലാണ്. ഒരിടം കിട്ടാതെ ദൈവപുത്രൻ ഈ ഭൂമിയിൽ ജനിക്കുന്നു. എന്നാൽ അവനെ അനുഗമിക്കാൻ വരുന്നവരെല്ലാം ലൂക്കായുടെ സുവിശേഷം അനുസരിച്ച് പ്രകാരമാണ് പറയുന്നത്. അവൻ്റെ പോപ്പുലാരിറ്റി കണ്ട്, ഈശോ ഫേമസ് ആണെന്ന് കണ്ട് അവനോട് വന്ന് പറയുകയാണ്, ഞാൻ നിന്നെ അനുഗമിക്കാം. ഈശോ അവരോട് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾ ഉപേക്ഷിക്കേ. ഞാൻ ജനിച്ചത് തല ചായ്ക്കാൻ ഒരിടമില്ലാതെയാണ്. എന്നാൽ നിങ്ങൾ വരുന്നത് എൻ്റെ പോപ്പുലാരിറ്റിയും എൻ്റെ ഫേമസ് ആയിട്ടിരിക്കുന്ന അവസ്ഥയും എൻ്റെ പേരും കണ്ടിട്ടാ. ഞാൻ അതിനുവേണ്ടി ജീവിച്ചവനോ ജനിച്ചവനല്ല. നിങ്ങൾക്കുള്ളതെല്ലാം മാറ്റിവെച്ചിട്ട് വരാൻ പറ്റുമോ? അങ്ങനെ വങ്കിൽ വാ. ജന്മം കൊണ്ട് പ്രസിദ്ധരായ ഒരുപാട് പേരൊന്നുമില്ല, എന്നാൽ മരണം കൊണ്ട് പ്രസിദ്ധരായവരുണ്ട്. നമ്മൾ മഹത് വ്യക്തികളെല്ലാം പറയുന്നത് കേട്ടിട്ടില്ലേ? ജന്മം എങ്ങനെയായാലും മരണം എങ്ങനെയായാലും കുഴപ്പമില്ല, ജീവിതമാണ് സന്ദേശമാകേണ്ടതെന്ന്. എന്നാൽ ജനനം കൊണ്ട് തന്നെ ജീവിതം സന്ദേശമാക്കിയവനാണ് ക്രിസ്തു. ഇല്ലായ്മകളുടെ നടുവിൽ എല്ലാവരിലും എളിയവനായിട്ട് ജനിച്ചുകൊണ്ട് നമ്മളോട് പറയുന്നത്, ഇനി എൻ്റെ കൂടെ നിങ്ങൾ ജീവിക്കാൻ വാ. പുൽക്കൂട്ടിൽ അവൻ ഉപേക്ഷിച്ച ലോകത്തെയും ലോകത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളെയും, ജനനം വഴി അവൻ ഉപയോഗിച്ച എല്ലാത്തിനെയും ജീവിതത്തിലുടനീളം അവൻ ഉപേക്ഷിച്ചുകൊണ്ടാണ് മുൻപോട്ട് പോയേ. നമ്മുടെ ജനനം എങ്ങനെയായിരുന്നു? ക്രിസ്തുവിനെ സ്വീകരിക്കാനായിട്ട് ജനിച്ചവരാ നമ്മളെല്ലാം. ക്രിസ്തു ലോകത്തെ ഉപേക്ഷിച്ച് ദൈവത്തിന് വേണ്ടി ജീവിച്ചവനാ. നമ്മൾ ജനിക്കുമ്പോൾ ക്രിസ്തുവിനെ സ്വീകരിക്കാൻ ജനിച്ചെങ്കിലും ജീവിക്കുമ്പോൾ സംഭവിക്കുന്നത്, ആരെ സ്വീകരിക്കാൻ ജനിച്ചുവോ അവനെ ഉപേക്ഷിച്ച് ലോകത്തെ സ്വീകരിക്കുകയാണ്. നമ്മുടെ ജനനവും നമ്മുടെ മാമോദിസയും ക്രിസ്തുവിനെ സ്വീകരിക്കാനായിരുന്നെങ്കിൽ നമ്മുടെ ജീവിതം പലപ്പോഴും നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ക്രിസ്തുവിനെ ഉപേക്ഷിക്കുന്നതായി മാറിയിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത്. കുറുനരികൾക്ക് മാളങ്ങൾ ഉണ്ടാകട്ടെ, പറവകൾക്ക് ആകാശം ഉണ്ടാകട്ടെ. ക്രിസ്തുവിന് ഇന്ന് തലചായ്ക്കാൻ ഒരിടം വേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്. നമ്മൾ ഒരുപാട് വട്ടം കേട്ടിട്ടുള്ളതാ, പുൽക്കോട് ഒരുക്കേണ്ടത് പുറത്തല്ല, നമ്മുടെ ഹൃദയങ്ങളിലാണെന്ന്. നമ്മൾ ഇനിയും ഒരുക്കിയിട്ടുണ്ടോ? അതോ നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഹൃദയത്തിൻ്റെ മാളങ്ങളിലും ഇനിയുമുള്ളത് കുറുനരികളും പറവകളും കുറേ കാടും പുല്ലുമൊക്കെയാണോ? എങ്കിൽ വെട്ടിത്തെളിക്കേണ്ട സമയമായി. ജന്മം എങ്ങനെയാണെന്നല്ല, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിന് ജനിക്കാൻ ഒരു ഇടമുണ്ടെങ്കിൽ, അവനെ തലചായ്ക്കാൻ ഒരിടമുണ്ടെങ്കിൽ, ഈ ക്രിസ്തുമസ് നമ്മളെ സംബന്ധിച്ചും ക്രിസ്തു ജനിക്കുന്ന ഒരു ഇടമാകാനുള്ള ഒരു അവസരമാണ്. നമ്മുടെ ജനനത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. ഒന്നുമില്ലാത്തവനായിട്ട് ജനിച്ച ക്രിസ്തു, എല്ലാം ഉപേക്ഷിച്ച് ജീവിച്ച ക്രിസ്തു, ദൈവത്തിനെ നേടാനായി സ്വന്തം ജീവിതം ബലി കഴിച്ച ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം എല്ലാം ഉപേക്ഷിക്കുന്നതാണോ അതോ ക്രിസ്തുവിന് ഉപേക്ഷിക്കുന്നതാണോ എന്ന് തിരിച്ചറിഞ്ഞ ബോധ്യത്തോടു കൂടി ഈ ക്രിസ്തുമസിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം.